മാധ്യമപ്രവർത്തകരെ, നമുക്കറിയാം ഇന്ന് ചിങ്ങം 1 നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതുവർഷ ആരംഭമാണ്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിലിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയുടെ ഒരു പ്രാധാന്യം ആണ് അത് വിളിച്ചോതുന്നത്. നമുക്കറിയാം ഇന്ന് കർഷക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രാഞ്ചിൽ നമ്മുടെ അറിവിൽപ്പെട്ട ഏറ്റവും മികച്ച കർഷകർ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ 2 പേരെയും വ്യക്തിത്വങ്ങളെയും നമ്മുടെ ഈ ബ്രാഞ്ചിലേക്ക് ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. വളരെയേറെ തിരക്കുണ്ടായിട്ടും നമ്മൾ വിളിച്ച സമയത്ത് 2 പേരും എത്തിച്ചേർന്നു വിത്ത് ഫാമിലി. ആദ്യം തന്നെ നമ്മൾ ഈ വൈകി ക്ഷണിച്ച അതുപോലെ സ്വീകരിച്ച് നിങ്ങൾ സമയത്ത് ചേർന്ന ആദ്യം നിങ്ങളുള്ള കടപ്പാട്, ബാങ്കിൻ്റെ കടപ്പാട് ഞാൻ ആദ്യം അറിയിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വലിയ പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മെയിൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്ന കൃഷി മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള 2 പേരെ ആദരിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആധികാരികമായി പ്രസംഗിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കറിയാം കാർഷിക മേഖലയുടെ എല്ലാ കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ചെറിയൊരു ഫംഗ്ഷൻ ഏറ്റവും മംഗളമായി നടത്തി തീർപ്പാൻ വേണ്ടി ചേർന്ന നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി ബാങ്കിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ സാറിനുള്ള ട്രോഫി തരികയാണ്. ട്രോഫിയും ഒരു പൊന്നാടിയാണ് ബാങ്കിൻ്റെ പേരിൽ നമ്മൾ തരുന്നത്. അവിടെ ഉണ്ടാവും അടുത്ത നമ്മുടെ ഡോൺ ബോസ്കോ സാറാണ്. അടുത്ത ഹേമലത മാഡത്തിന് ട്രോഫി കൊടുക്കാനും പൊന്നടണിക്കാനും ധന്യ മാഡത്തിന് ക്ഷണിക്കും. അടുത്തത് മെക്സിമാർട്ടിനെ സ്വാഗതം. ലോങ്ങിന് എടുത്തോട്ടോ, ബലൂണും കൂടെ കളർഫുള്ളായിരുന്നു. വൈകിട്ട് പ്രിയപ്പെട്ട ആയോന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എല്ലാ മാനേജർ സാർ ഉൾപ്പെടെ മാഡം ഉൾപ്പെടെ എല്ലാവർക്കും ചിങ്ങം 1 ആശംസകൾ. കൃഷി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കും
നമ്മളുടെ ശ്രദ്ധ പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കർഷകനാണ് ഞാൻ. 18 വർഷമായി ആയോന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ 3ാം നിലയിൽ 2ാം നിലയിൽ ഇരിക്കുന്ന കാലം മുതൽ ഞാൻ അവിടെ സ്ഥിരമായ അംഗമാണ്. ഇന്ന് വരെ ഒരു പൈസ പോലും പെൻഡിങ് വരുത്തിയിട്ടില്ല. ഇല്ലാത്തപ്പോൾ പോലും ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇല്ലാത്തതിൽ നിന്ന് വന്ന ഒരാളാണ്. ഇവിടെ പണമുള്ള വീട്ടിലെ ആളൊന്നുമല്ല. പക്ഷെ എന്നാലും ബാങ്കിൽ നൽകിയ ഓരോ മാനേജർമാരും ഓരോ മാടവും ഇവിടെ ബേബി സാർ മുതൽ കൊന്നു കഴിഞ്ഞാൽ ഷാജി സക്കറി സാർ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടം മുതൽ ഇന്നും എനിക്ക് ഈ ബാങ്കിൽ നൽകിയ സ്നേഹത്തിന് കണ്ണീരോടെ അല്ലാണ്ട് നന്ദി പറയാൻ കഴിയില്ല. പെട്ടു നിൽക്കുന്ന ഒത്തിരി അവസരങ്ങളിൽ അത് രക്ഷിക്കുകയും അത് പിന്നീടൊന്നും ഓർത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് നിങ്ങളോട് എല്ലാവരോടും സന്തോഷത്തിൽ സങ്കടത്തിലും കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മാനേജർ സാർ ഉൾപ്പെടെ മാഡം സാർ ഉൾപ്പെടെ എല്ലാവർക്കും കേടുന്ന ആയ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജർ സാറ്, അതുപോലെ തന്നെ മറ്റ് എല്ലാവരും ബാങ്കിലെ പ്രിയപ്പെട്ടവർ, ചേട്ടനി പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. എല്ലാ കാലത്തും എല്ലാവിധ ആവശ്യങ്ങൾക്കും എല്ലാ സഹകരണങ്ങളും എല്ലാ സഹായങ്ങളും ഈ ബ്രാഞ്ചിൽ നിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ സേവനങ്ങളും അത് കൃത്യമായിട്ട് തന്നെ അറിയിച്ച് തന്നെ നൽകുന്നുണ്ട്. എന്താ ആവശ്യത്തിന് എല്ലാ സമയത്തും തന്നെ കൂടെയുണ്ട്. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, SBI ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ജാടയാണ് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അങ്ങനെ ലഭിക്കട്ടെ എന്ന് മാത്രമാണ് എല്ലാവരും നന്ദി കടപ്പാടും. പ്രത്യേകിച്ച് ഈ ഒരവസരത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടുന്നു. കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ കാർഷിക മേഖലയിൽ പലവിധ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മളങ്ങനെ ആരോടും പറയാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നല്ല മനസ്സ് കാണിച്ച ഒരു സൗമനസ്യം കാണിച്ച ഓരപ്പെട്ട മാനേജർ സാറിനോടും ജീവനക്കാരോടും പ്രവർത്തകരോടും എല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പറയാനുണ്ടോ? കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല കാലാവസ്ഥയാണ്. പക്ഷേ തിരക്കിനിടയിലും പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ കുടുംബസമേതം എല്ലാവർക്കും ഒന്നിച്ചടങ്ങിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും ബാങ്കിന്റെ പേരിലും ഞങ്ങളെല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചുള്ളൂ. ഇവിടെ